നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ ഹരിത തെരഞ്ഞെടുപ്പ് 2025 ആശയ പ്രചരണ പരിപാടികൾ സജീവം. നഗരസഭാ വോട്ടെണ്ണൽ കേന്ദ്രമായ സെന്റ് തെരേസസ് സ്കൂൾ മതിലിൽ പെയിന്റിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നു. ഹരിത സന്ദേശ പ്രചരണം പാലക്കാട് സിറ്റി കമ്മീഷന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ. വാണിയംകുളത്ത് സ്വകാര്യ ഫർണിച്ചർ സ്ഥാപനത്തിൽ തീപിടുത്തം. 20 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന പ്രാഥമിക നിഗമനം. തൃശൂരിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ പട്ടാമ്പി സ്വദേശികളായ കാർ ഡ്രൈവർ ഇരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. പനിയൂരിൽ മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടോറസ് ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂരിൽ ഒരുക്കങ്ങളായി. നവംബർ 29 കലോത്സവത്തിന് തിരിതെളിയും. 300 ഇനങ്ങളിലായി 7000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റിവെക്കുമെന്ന സംഘാടകർ. വാർത്തകൾ വിശദമായി. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ഷൊർണൂരിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഹരിതചട്ടം പാലിക്കുകയാണ് ലക്ഷ്യം. മാലിന്യമുക്ത നഗരസഭയായി കേരളത്തിലെ ആദ്യത്തെ നഗരസഭയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷൊർണൂരിലെ നഗരസഭയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 എന്ന ആശയം നടപ്പിലാക്കാൻ നഗരസഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഷൊർണൂരിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഹരിതചട്ടം പാലിക്കുക എന്നതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. എഴുത്തുകളുടെയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെയും പെയിൻറ്റിംഗ് വർക്കുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ കവാട ഭാഗത്തെ മതിലിലാണ് പ്രചരണ വർക്കുകൾ നടക്കുന്നത്. സ്ട്രോങ് റൂം, തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, വോട്ടെണ്ണൽ കേന്ദ്രം, ഒരു ബൂത്ത് എന്നിവ ഈ സ്കൂളിലാണ് സജ്ജീകരിക്കുക. ഹരിത തെരഞ്ഞെടുപ്പ് 2025 ശുചിത്വ മിഷൻ പാലക്കാട് എന്നതാണ് പ്രധാനമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള സന്ദേശങ്ങളും ഇനി എഴുതാനുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരത്തെ തുടർന്നാണ് പാലക്കാട് ശുചിത്വ മിഷനും ഷൊർണൂർ നഗരസഭയും ചേർന്ന് ഇവ നടപ്പിലാക്കുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന കെ രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കുളമ്പൂക്കിൽ നടന്ന സ്വകാര്യ പരിപാടിക്ക് എത്തിയതായിരുന്നു MPയും MLAയും. വിവിധ സ്ഥാനാർത്ഥികളാണ് MPയെയും MLAയുടെയും ആശീർവാദം ഏറ്റുവാങ്ങാനെത്തിയത്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് ഡിവിഷൻ പഴയന്നൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി OU ബഷീർ, 7ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി PA അബ്ദുൽ കബീർ, 6ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബീന രവി, 7ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KP കുഞ്ഞാലൻ, LDF സ്ഥാനാർത്ഥിയായി വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന VM ബുഷറ ടീച്ചർ എന്നിവരടങ്ങുന്ന സ്ഥാനാർത്ഥികളാണ് MPയുടെയും MLAയുടെയും അനുഗ്രഹം വാങ്ങാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30 തളിക്കോണം ചകിരിക്കമ്പനിക്ക് സമീപമാണ് സംഭവം. ഇരിങ്ങാലക്കുട നഗരസഭ 41ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി ബിജേഷിൻ്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തുപോയിരുന്നു. ഭർത്താവ് ബിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയചകിതരാവുകയും ഉടൻ വിമിയെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ സാന്നിധ്യമുറപ്പിച്ച തൃണമൂൽ കോൺഗ്രസും മത്സരരംഗത്ത്. പലയിടങ്ങളിലും UDFുമായി തൃണമൂൽ കോൺഗ്രസ് ധാരണ ഉണ്ടെങ്കിലും ഓങ്ങല്ലൂരിൽ ധാരണയില്ലാതെയാണ് മത്സരിക്കുന്നത്. 4 വാർഡിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കേരളത്തിൽ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഓങ്ങല്ലൂരിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. 2ാം വാർഡ് മഞ്ഞുലങ്ങൽ, 9ാം വാർഡ് കുഴിയാനംകുന്ന്, 11ാം വാർഡ് കാരമണ്ണ, 19ാം വാർഡ് എന്നീ പ്രദേശങ്ങളിലാണ് TMC സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതത് പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വരുന്നവരും ഓങ്ങല്ലൂരിലെ TMCയിലുണ്ട്. പലയിടങ്ങളിലും UDFുമായി ധാരണ ഉണ്ടെങ്കിലും ഓങ്ങല്ലൂരിൽ ഇരു മുന്നണികളുമായി തൃണമൂൽ കോൺഗ്രസ് ധാരണയില്ലാതെയാണ് മത്സരിക്കുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. വാണിയംകുളത്ത് ഫർണിച്ചർ സ്ഥാപനത്തിൽ തീപിടുത്തം. അജവാമഠത്തിന് സമീപമുള്ള ലക്ഷ്മി ഫർണിച്ചർ എന്ന സ്ഥാപനത്തിൻ്റെ ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. നിർമ്മാണം കഴിഞ്ഞ് പോളിഷിങ്ങിനായി മാറ്റിയിട്ട കട്ടിലുകളും ടീപ്പോയകളും ഉൾപ്പെടുന്ന ഫർണിച്ചറുകളാണ് കത്തി നശിച്ചത്. 20 ലക്ഷത്തോളം രൂപയുടെ
നാശനഷ്ടം സംഭവിച്ചതായി ഉടമ സന്തോഷ് പറഞ്ഞു. തൊട്ടടുത്തുള്ള മരമില്ലിലേക്കും തീ പടർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി. രാവിലെ 6 മണിവരെ നടത്തിയ പരിശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തത്തിൽ ഷെഡ് പൂർണ്ണമായും കത്തിയമർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശ്ശൂരിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെ പട്ടാമ്പി സ്വദേശി സുബേറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 23-ാം തീയതി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തി സ്വദേശി മുകുന്ദൻ സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബൈർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താൻ തയ്യാറാകാതെ സുബൈർ കടന്നു കളഞ്ഞു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞ് പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയകുളം പനയൂരിൽ മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടോറസ് ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ടോറസ് ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചത്. വ്യാഴാഴ്ച പകൽ 1 മണിയോടെയായിരുന്നു സംഭവം. പനയൂർ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. വേമ്പലത്തുപാടം ഭാഗത്തു നിന്ന് ലോഡുമായി വന്ന ടോറസ് ലോറി വേഗത്തിൽ വന്ന കാറിന് വശം കൊടുക്കുകയായിരുന്നു. ലോറിയുടെ പിറകുവശം വൈദ്യുതി പോസ്റ്റിൽ തട്ടി. പോസ്റ്റ് പൊട്ടി ലോറിയുടെ മുകളിലേക്ക് വീണു. വൈദ്യുതി കമ്പികൾ ലോറിയുടെ മുകളിൽ പതിച്ചു. വൈദ്യുതി പ്രവഹിച്ചിരുന്ന കമ്പികളിൽ ഉടൻ വൈദ്യുതി ഓഫായതിനാൽ വൻ അപകടം ഒഴിവായി. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. KSEB ജീവനക്കാരെത്തി വൈകിട്ടോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂരിൽ ഒരുക്കങ്ങളായി. നവംബർ 29-ന് കലോത്സവത്തിന് തിരിതെളിയുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാസ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 300 ഇനങ്ങളിലായി 7000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സംസ്ഥാന തലത്തിൽ കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയെന്ന നിലയിൽ കലോത്സവത്തിന് മതിയായ പ്രാധാന്യം നൽകുന്നുണ്ട്. ആലത്തൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയിലെ സംഗീതാധ്യാപകരുടെ സ്വാഗതഗാനത്തോടെ പ്രതിഭകളെ വരവേൽക്കും. ആലത്തൂർ ഗുരുകുലം ഗേൾസ് ഹയർ സെക്കൻഡറി, ASM ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളി ഫാമിലി ഹൈസ്കൂൾ, പുതിയംഗം UP സ്കൂൾ, സമീപത്തെ ഹാളുകൾ എന്നിവിടങ്ങളിലായി 20ഓളം വേദികളിലാണ് മത്സരം അരങ്ങേറുന്നത്. കലോത്സവ നടത്തിപ്പിനായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്നും ആസിഫ് അലിയാർ പറഞ്ഞു. മുന്നോടിയായിട്ടുള്ള പാലക്കാട് റവന്യൂ ജില്ലയുടെ കലോത്സവം നവംബർ 29-ാം തീയതി ആരംഭിക്കുകയാണ്. ആലത്തൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. നവംബർ 29, ഡിസംബർ 1, 2, 3, 4 എന്നീ തീയതികളായിട്ടാണ് നമ്മൾ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട വേദികളായിട്ട് വരുന്ന സ്കൂളുകൾ ASM ആലത്തൂർ, BSS ഗുരുകുലം ആലത്തൂർ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ, ഹോളി ഫാമിലി HS, GUPS പുതിയംഗം, A4 ഓഡിറ്റോറിയം, ICS ഓഡിറ്റോറിയം, മദ്രസ ഹാൾ, മാപ്പിള സ്കൂൾ ഹാൾ, ജമാഅത്ത് പള്ളി ഓഡിറ്റോറിയത്തിൽ ഏകദേശം 19-20ഓളം വേദികളാണ് ഇത്രയും സ്കൂളുകളും ഓഡിറ്റോറിയത്തിലായിട്ട് വരുന്നത്. കലോത്സവ ബ്രോഷർ പ്രകാശനവും പ്രസ് ക്ലബിൽ നടന്നു. വിവിധ കമ്മിറ്റി കൺവീനർമാരായ MN വിനോദ്, സുമേഷ് കുമാർ, AJ ശ്രീനി, PP മുഹമ്മദ് കോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല കവങ്ങാട് റോഡിൽ നഗരിപ്പുറം പേട്ട സ്റ്റോപ്പിന് സമീപത്തെ ദ്രവിച്ച തെങ്ങ് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണിത്. സമീപത്ത് ചെറിയ തട്ടുകടകളുമുണ്ട്. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്നതും സമീപത്തു കൂടിയാണ്. തെങ്ങിൻ്റെ നടുഭാഗം ദ്രവിച്ച അവസ്ഥയിലാണ്. ശക്തമായ കാറ്റടിച്ചാൽ തെങ്ങ് മുറിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ്. പാത വക്കത്തായതിനാൽ അപകട സാധ്യതയും ഇരട്ടിയാണ്. മദ്രസ വിദ്യാർത്ഥികളടക്കം ഇതിന് സമീപത്തുകൂടെയാണ് കടന്നുപോകുന്നത്. സമീപത്തെ മറ്റു മരക്കൊമ്പുകളെല്ലാം വെട്ടിമാറ്റിയെങ്കിലും അപകട ഭീഷണി ഉയർത്തുന്ന തെങ്ങ് വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് നടപടിയെടുത്തതിൽ നിന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കുന്നംപള്ളി ശ്രീറാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 3-ന് സപ്താഹയജ്ഞം സമാപിക്കും. വൈകിട്ട് താലവും വാദ്യമേളവുമായി ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചു.
തുടർന്ന് മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ പരീക്ഷയ്ക്കും ശ്രീശുഖനൊക്കെ വരും. പിന്നെ ഓരോ ദിവസമാകുമ്പോൾ വരാഹാവതാരം, ഭദ്രകാളി പ്രാദുർഭാവവും നരസിംഹാവതാരമൊക്കെ ഉണ്ടാവും. കൃഷ്ണാവതാരം ഉണ്ടാവും. കൃഷ്ണനെ കംസനെ കൊല്ലാൻ പറ്റിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. രുക്മിണിയെ കല്യാണം കഴിക്കണത് കൃഷ്ണൻ വിചാരിച്ചു, പക്ഷെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാണ്ട് തോറ്റുപോയി, അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല. കുചേലൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോ പഴയ കുടിൽ തന്നെയായിരുന്നു എന്നും പറയേണ്ടി വരില്ല. എല്ലാം പഴയ തന്നെ, മാറ്റൊന്നും. വൈകിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 4-ന് കാർത്തിക വിളക്ക് മഹോത്സവവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ ഹരിത തെരഞ്ഞെടുപ്പ് 2025 ആശയ പ്രചരണ പരിപാടികൾ സജീവം. നഗരസഭാ വോട്ടെണ്ണൽ കേന്ദ്രമായ സെന്റ് തെരേസസ് സ്കൂൾ മതിലിൽ പെയിന്റിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നു. ഹരിത സന്ദേശ പ്രചരണം പാലക്കാട് സിറ്റി കമ്മീഷന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ. വാണിയംകുളത്ത് സ്വകാര്യ ഫർണിച്ചർ സ്ഥാപനത്തിൽ തീപിടുത്തം. 20 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന പ്രാഥമിക നിഗമനം. തൃശൂരിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ പട്ടാമ്പി സ്വദേശികളായ കാർ ഡ്രൈവർ ഇരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. പനയൂരിൽ മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടോറസ് ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂരിൽ ഒരുക്കങ്ങളായി. നവംബർ 29-ന് കലോത്സവത്തിന് തിരിതെളിയും. 300 ഇനങ്ങളിലായി 7000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റിവെക്കുമെന്ന് സംഘാടകർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.